അങ്ങനെ ഡൽഹി എത്തി. എവിടെ മിറർ കണ്ടാലും എനിക്കിങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് ഒരു ശീലമായിപ്പോയി. അപ്പോൾ ഇതാ എൻ്റെ ഫിറ്റ് ചെക്ക്. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചും കൂടിയില്ല. ട്രിപ്പ് പോകാൻ പറ്റിയത് അച്ഛനും ചേട്ടനും കാരണമാണ്. അവരുടെ ജോലിയിൽ അവരിട്ട ഓരോ എഫേർട്ടും ഹാർഡ് വർക്കും കാരണമാണ് ഇങ്ങനൊരു ട്രിപ്പ് കിട്ടിയത്. ഇങ്ങനെയൊരു ട്രിപ്പ് ഒരുക്കി തന്നത് ഉഷ സ്വീ മെഷീൻസ് എന്ന കമ്പനിയാണ്. ഇത് അവരുടെ ഡീലേഴ്സ് ട്രിപ്പാണ്. നമ്മളെപ്പോലെ കുറച്ച് ഫാമിലീസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൽഹി വന്നിട്ട് ആദ്യത്തെ പരിപാടി ഫുഡ് അടിയായിരുന്നു. പോയത് ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ആ ഒരു സ്ഥലം നൈസായിരുന്നു. ഞാനവിടെ എത്തിയപ്പോൾ ഷാരുഖ് ഖാൻ്റെയും അനുഷ ശർമ്മയുടെയും സിനിമയായ റബ്നെ ബന ജോഡിയിലെ പാട്ടും അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോൾ വൈബ് സെറ്റായി. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ മെയിനായിട്ട് കിട്ടുന്ന കേസരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഫ്ലവർ ഷോപ്പ് റെസ്റ്റോറൻറ്റ് താഴെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ആഗ്രയിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് 4 മണിക്ക് യാത്രയുണ്ട്. ആഗ്രയിലാണ് നമ്മുടെ ഒരു ദിവസത്തെ സ്റ്റേ. അങ്ങനെ നമ്മൾ ഒരു 5 മണിയായപ്പോൾ ഹോട്ടലിലെത്തി. എത്തിയതിന് ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ഇതും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെയും ഒരു കുട്ടി റൂം ടൂർ. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മെട്രോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു കൊച്ചി സെറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നൈറ്റ് എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. പക്ഷേ ഇവിടെ ഫുള്ളും ലെതേഴ്സ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ചേട്ടനൊരു ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഹോട്ടലിലെത്തി. അപ്പോൾ നാളെയാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഡ്രീം സ്ഥലത്ത് പോകുന്ന ദിവസം. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.